ഗൈസ്, അപ്പോൾ ഇന്ന് മാളൂട്ടി വിളക്ക് വെച്ച് നല്ല പ്രാർത്ഥനയിലാണ്. എന്താണ് കാര്യം എന്നല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ ലൈഫിൽ, അതായത് മാളൂട്ടിയുടെ ലൈഫിൽ വലിയൊരു നല്ലൊരു കാര്യം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രാർത്ഥനയിലാണ് മാളൂട്ടി. വേറെ ഞങ്ങൾ മാളൂവിനെ നമ്മൾ ക്ലാസിക്കൽ ഡാൻസിന് ചേർത്ത് വിടാൻ പോവുകയാണ്. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ഫസ്റ്റ് ഡേ. നമ്മൾ ദക്ഷിണയൊക്കെ കൊടുത്ത് മാളുവിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് ഇന്ന്. എൻ്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു മാളുവിനെ ഡാൻസ് പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഇന്ന് സാധിക്കാൻ പോവുകയാണ്. മാളു എങ്ങടാ പോണ്? ഡാൻസ് ക്ലാസ് ഫസ്റ്റ് ഡേ. മിസ്സിന്റെ പേരെന്താ? കാവ്യ. കാവ്യ മിസ്. നമുക്ക് പോകേണ്ട സമയമായി. അപ്പൊ ഇവിടെ ഒരാൾ പസിൽ കളിച്ചോണ്ടിരിക്കാണ് കേട്ടോ. ഇന്ന് വന്നതാണ് പുതിയ പസില്. ഋഷി, നമുക്ക് പോണ്ടേ? ഇങ്ങനെ എങ്ങനെ അതാ രാവിലെ പറഞ്ഞില്ലേ? കൊടുത്തിട്ട് ഭാഗത്തേക്കും ഇത് ഇങ്ങോട്ടായിട്ട് കൊടുക്കണം കേട്ടോ. കൊടുത്തിട്ട് കാൽ തൊട്ട് വണങ്ങണം. അനുഗ്രഹം വാങ്ങിക്കേ. അങ്ങനെ തന്നെ. എങ്ങനെ അച്ഛനെ കാണിക്ക്. ഇങ്ങനെ കാല് തൊട്ട് ഇങ്ങനെ വന്നിക്കില്ലേ? അങ്ങനെ ചെയ്ത പാട് നോക്കട്ടെ. പ്രാക്ടീസ്. അച്ഛനല്ലേ ടീച്ചർക്ക് പ്രാക്ടീസ് ചെയ്യാവള്. പ്രാക്ടീസ് ചെയ്യണേ. പിടിക്കുന്നത് വേണ്ട. ഇങ്ങനെ കാല് തൊട്ട് ഇങ്ങനെ അപ്പൊ വാങ്ങിക്കട്ടെ. കാല് തൊട്ട് വന്നിക്കുക. അപ്പൊ ആ ടീച്ചർ ഇങ്ങനെ പോകും. ആ ടീച്ചർ കൈ തലേ തൊട്ട് അനുഗ്രഹിക്കും. പോയാലോ? ടൈമായി. അപ്പം നമ്മളൊരു 6:15 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 6:30ക്കാണ് നമുക്ക് ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 5 മിനിറ്റിന് ദൂരം തന്നെയുള്ളൂ. ഒരു 1/2 കിലോമീറ്റർ തന്നെയുള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്ത് തന്നെയാണ്. പോകാനും വരാനൊക്കെ വളരെ ഈസിയാണ്. പോകാനൊക്കെ ബാഗൊന്നും വേണ്ട, കുപ്പി മാത്രം മതി. പോവാ. അത് വീട് അവരുടെ. ഇത് വഴി ഇതാക്കണം. മേലെ കയറി പോണ കണ്ടോ കുട്ടികള്? നന്നായി കഴിയും. ഓക്കെ, ഇഷ്ടമാണ് ഡാൻസ്. നന്നായി കഴിയും. ഓക്കെ, അവരില്ലേ സമം. அப்படியே ஒரு ஸ்டெப் பேக்ல போங்க. സമം. ശ്ലോകം സമം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധി ഭവതി സദാ. കരി ക നി ക ജ നു ക ക ദി മി ക ക ജ നു തേ 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 തേ. അപ്പോഴേ ഫസ്റ്റ് ഡേ ആയ കാരണം ഞാനൊരു 10 മിനിറ്റ് ഇതിൻ്റെ ഉള്ളിലിരുന്നു. ഏട്ടൻ പുറത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാത്രം ഇവിടെ ഇരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ക്ലാസ്സൊക്കെ കണ്ടു. പിന്നെ നമ്മൾ 8:30 വരാതെ കൊണ്ട് നമ്മൾ പോന്നു. എന്തേലും പറഞ്ഞോ? പഠിക്കാൻ പറ്റണില്ലേ? എന്താ പറഞ്ഞു? അപ്പൊ മിസ് എന്താ പറഞ്ഞേ? പെയിൻ ഉണ്ടാവും, കുറച്ച് 6 മാസത്തേക്ക് പെയിൻ ഉണ്ടാവും. അത് കുഴപ്പമില്ല, ഗ്രൂപ്പിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇനി മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ? ഓക്കെ അല്ലേ? അപ്പോഴേ നമുക്ക് പഠിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ മക്കളിലൂടെ സാധിക്കുമ്പോൾ ഒരു സന്തോഷമില്ലേ? ആ സന്തോഷത്തിലായിട്ട് ഞാനും. അപ്പോൾ അത്രയുള്ള വീഡിയോ. ബൈ.